നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഇറ്റലിയിലുള്ള മിലൻ കത്തീഡ്രൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാത്തലിക് കത്തീഡ്രലാണ് മിലാൻ കത്തീഡ്രൽ. അത് ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് കത്തീഡ്രൽ എന്നാണ് അറിയപ്പെടുന്നത്, മിലാൻ കത്തീഡ്രൽ. അത് പല പല കാര്യങ്ങളിൽ അത് ഫേമസ് ആണ്, അല്ലെങ്കിൽ റെക്കോർഡുണ്ട്. 6 നൂറ്റാണ്ട് കൊണ്ടാണ് അതിന്റെ പണി പൂർത്തീകരിച്ചത് എന്നാണ് പറയുന്നത്. 14-ാം നൂറ്റാണ്ടിലെ പണി ആരംഭിച്ച് 20-ാം നൂറ്റാണ്ടിലാണ് അതിന്റെ എല്ലാ ഫിനിഷിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയത്. 157 മീറ്റർ നീളവും 92 മീറ്റർ വീതിയും 108 മീറ്റർ ഉയരവുമുള്ള വലിയ ഒരു കത്തീഡ്രലാണ്. 40,000 ആളുകളെ ഉൾക്കൊള്ളാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഈ മിലാൻ കത്തീഡ്രലിന്റെ എൻട്രൻസ് 3 വാതിലുകളായിട്ടാണ് അത് പണിതിരിക്കുന്നതാണ്. 3 എൻട്രൻസ് ഉണ്ട്. ട്രിപ്പിൾ ഡോർ വേ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ ഈ 3 വാതിലുകളിൽ ഓരോ വാതിലിലും ഓരോ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ക്രിപ്ഷൻസ്, ആദ്യത്തെ ഡോറിലുള്ള ഇൻസ്ക്രിപ്ഷൻ, ആദ്യത്തെ ഡോറില് റോസപ്പൂക്കളുടെ ഒരു ബഞ്ച് കാർവ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിന്റെ താഴെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഓൾ ദാറ്റ് പ്ലീസസ് ഈസ് ബട്ട് ഫോർ എ മോമെന്റ്. നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ സുഖം പകരുന്ന കാര്യങ്ങൾ അത് നൈമിഷികമാണ്. രണ്ടാമത്തെ ഡോറിലേക്ക് വരുമ്പം അവിടെയും സമാനമായിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. അവിടെ ഒരു കുരിശ്, ഒരു ക്രോസ് ആണ് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ താഴെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഓൾ ദാറ്റ് ട്രബിൾസ് ഈസ് ബട്ട് ഫോർ എ മോമെന്റ്. നമ്മളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ അതും നൈമിഷികമാണ്. എന്നിട്ട് 3-ാമത്തെ വാതിലിലേക്ക് വരികയാണ്. ആ 3-ാമത്തെ വാതിലില് ഉള്ള ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, അവിടെ പിക്ചർ ഒന്നുമില്ല, എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻ, ദാറ്റ് ഓൺലി ഈസ് ഇമ്പോർട്ടൻറ്റ് വിച്ച് ഈസ് ഇറ്റേണൽ. നിത്യമായത് അത് മാത്രമാണ് പ്രാധാന്യം ഉള്ളത്. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോ ഓൾ ദാറ്റ് പ്ലീസസ് ഈസ് ബട്ട് ഫോർ എ മോമെന്റ്, ഓൾ ദാറ്റ് ട്രബിൾസ് ദാറ്റ് ഓൾസോ ഈസ് ഫോർ എ മോമെന്റ്, ബട്ട് ദാറ്റ് വിച്ച് ആർ ഇറ്റേണൽ ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണ് ആ ഇൻസ്ക്രിപ്ഷൻ ഉള്ളത്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് വലിയൊരു ദർശനം പകരുന്നതായിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ കൂടെയാണ് അത്. നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകത്തിലെ ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്, അല്ലെങ്കിൽ ആളുകൾ എന്തെല്ലാം കാര്യങ്ങളിലെയാണ് പിന്തുടരുന്നത്. പൊതുവെ പറഞ്ഞാൽ ആളുകൾ ഈ ലോകത്തിന്റെ ധനവും ഈ ലോകത്തിന്റെ പ്രശസ്തിയും ഈ ലോകത്ത് നൽകുന്നതായിട്ടുള്ള പൊസിഷൻസും അല്ലെങ്കിൽ ലോകം നൽകുന്നതായിട്ടുള്ള അധികാരവും അതിന്റെ മഹത്വവും ഒക്കെ പിന്തുടരുവാനായിട്ട് എങ്ങനെ നെട്ടോട്ടം ഓടുന്ന ആളുകളാണ്. ആളുകൾ പിന്തുടരുന്ന കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഡൈം, ഡെയിം ആൻഡ് ഫെയിം എന്ന ഒരു ചൊല്ലുണ്ട്. പീപ്പിൾ ആർ ആഫ്റ്റർ ഡൈം. ഡൈം മീൻസ് മണി. ഡൈം, ഡെയിം, ഡെയിം മീൻസ് വിമൻ അല്ലെങ്കിൽ സ്ത്രീകൾ. ആൻഡ് ഫെയിം, പ്രശസ്തി. അപ്പൊ പണത്തിന് പിന്നാലെ, പ്രശസ്തിക്ക് പിന്നാലെ, അല്ലെങ്കിൽ ഈ ലോകം നൽകുന്നതായിട്ടുള്ള സുഖങ്ങളുടെ പിന്നാലെ ആളുകൾ അങ്ങനെ പായുകയാണ്. എന്നാൽ ഇതൊക്കെയും നൈമിഷികമാണ്. ഈ ലോകത്തിൽ നമുക്ക് സുഖം പകരുന്ന, സന്തോഷം പകരുന്ന, നമ്മൾ വലുത് മഹത്വമുള്ളത് എന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെയും നൈമിഷികമാണ്. അതൊക്കെ വേഗത്തിൽ അങ്ങ് കടന്നുപോകും. അതുപോലെ തന്നെ നമ്മളെ ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതും കടന്നുപോകും. വാസ്തവത്തിൽ നിലനിൽക്കുന്നത് നിത്യമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ആ നിത്യമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. നാം ഇത് പഠിക്കുവാനായിട്ട് പോകുന്ന വേദഭാഗത്തിലെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 22 മുതൽ 40 വരെയുള്ള വേദഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ, കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ചില ചിന്തകൾ മാത്രം പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം കർത്താവ് പ്രവർത്തിച്ച ഒരു അത്ഭുതമാണ്. കർത്താവ് അപ്പവും മീനും വർദ്ധിപ്പിക്കുകയാണ്. 5 അപ്പവും 2 മീനും കർത്താവ് വർദ്ധിപ്പിച്ച് അതുകൊണ്ട് ആയിരങ്ങളെ കർത്താവ് പോഷിപ്പിക്കുന്നു. ആ ഒരു അത്ഭുതം കർത്താവ് പ്രവർത്തിച്ചപ്പോൾ കേവലം അവരുടെ വിശപ്പിന് ആഹാരം നൽകുക മാത്രമല്ല ചെയ്തത്, വിലയേറിയ ആത്മീക സത്യങ്ങൾ കർത്താവ് അതിലൂടെ ആളുകളെ പഠിപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് മാത്രമല്ല, ശിഷ്യന്മാർക്ക് മാത്രമല്ല, പിൻതലമുറയിലുള്ള ആളുകൾക്കുമുള്ള വലിയ പാഠങ്ങൾ അല്ലെങ്കിൽ വലിയ സ്പിരിച്വൽ ലെസൺസ് അതിൻ്റെ അകത്ത് കർത്താവ് പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ അത്ഭുതത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാകും. ഞാൻ അതിന്റെ ആ അത്ഭുതം അത്ഭുതത്തെ കുറിച്ചല്ല, അത്ഭുതത്തിന് ശേഷം കർത്താവ് ജനങ്ങളുമായിട്ട് നടത്തുന്ന ഒരു കോൺവെർസേഷനെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ 22 മുതലുള്ള വേദഭാഗമാണ്. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചതിന് ശേഷമുള്ള സംഭവങ്ങളാണ്. പിറ്റന്നാൾ കടൽക്കര നിന്ന പുരുഷാരം ഒരു പടകല്ലാതെ അവിടെ വേറെ ഇല്ലായിരുന്നു എന്നും യേശു ശിഷ്യന്മാരോടുകൂടെ പടകിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നു എന്നും ഗ്രഹിച്ചു. എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അവർ അപ്പം തിന്ന സ്ഥലത്തിനരികെ തിബിരിയാസിൽ നിന്ന് ചെറുപടകുകൾ എത്തിയിരുന്നു. യേശു അവിടെ ഇല്ല, ശിഷ്യന്മാരുമില്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടക് കയറി യേശുവിനെ തിരഞ്ഞ് കഫർന്നഹൂമിലെത്തി. കടൽക്കര അവനെ കണ്ടെത്തിയപ്പോൾ, റബ്ബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്ര എന്നെ അന്വേഷിക്കുന്നത്. 27-ാം വാക്യം പ്രത്യേകം ശ്രദ്ധിക്കാം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ, അതും മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അപ്പോൾ കർത്താവ് അത്ഭുതമൊക്കെ പ്രവർത്തിച്ചതിന് ശേഷം കർത്താവ് അവിടെ നിന്ന് പോയി. പിറ്റന്നാൾ ജനക്കൂട്ടം കർത്താവിനെ അന്വേഷിക്കുകയാണ്. അവര് കർത്താവിനെ അന്വേഷിച്ചു. ശിഷ്യന്മാരാണ് പടക് കയറി അക്കരയ്ക്ക് പോയത്. കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ പോയില്ല. അപ്പോൾ കർത്താവിനെ അവർ ഇക്കരെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ഒടുവിൽ അവര് ചെറുപടകുകളൊക്കെ കയറി അവരും അങ്ങനെ കടലിനക്കരെ ചെന്നു. അവിടെ വെച്ച് കർത്താവിനെ കണ്ടെത്തി. അവര് വളരെ ആകാംക്ഷയോടെ കർത്താവിനോട് ചോദിക്കുകയാണ്, റബ്ബി, നീ എപ്പോൾ ഇവിടെ വന്നു? അപ്പൊ അതിന് കർത്താവ് പറയുന്നതായിട്ടുള്ള മറുപടി, ഇവര് വളരെ കർത്താവിനെ അന്വേഷിച്ചാണല്ലോ വന്നത്, അല്ലെ? ഇത്രമാത്രം കർത്താവിനെ അന്വേഷിച്ച് പടകൊക്കെ കയറി ഇക്കരെ വന്നു. കർത്താവ് പക്ഷെ അവരോട് പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് എത്ര എന്നെ അന്വേഷിക്കുന്നത്. വാസ്തവത്തിൽ ഇവര് കർത്താവിനെ അന്വേഷിച്ചു വന്നു എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ? അപ്പൊ കർത്താവ് പറയാം, കർത്താവിന് ആളുകളെ അറിയാലോ, ഇവരുടെ മോട്ടിവേഷൻ ഒക്കെ അറിയാം. ഇവര് വാസ്തവത്തിൽ കർത്താവിനെ അന്വേഷിച്ചത് എന്തുകൊണ്ടാണെന്നറിയാവോ? അടയാളം കണ്ടതുകൊണ്ടല്ല. തലേദിവസം കർത്താവ് വലിയൊരു അടയാളം, ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ആ അത്ഭുതം പ്രവർത്തിച്ചത് എന്തിന്റെ തെളിവാണ്? കർത്താവ് ദൈവപുത്രനാണ്, മശിഹയാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. എവ്രി മിറക്കിൾ വാസ് എ പ്രൂഫ് ദാറ്റ് ജീസസ് ഈസ് ദ മെസായ, ഹി ഈസ് ദ സൺ ഓഫ് ഗോഡ്. അപ്പോ അവര് കർത്താവിനെ അന്വേഷിക്കേണ്ടത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു ഇത് മശിഹയാണ്, ദൈവം അയച്ച മശിഹയാണ്. ഈ അടയാളത്തിലൂടെ അതാണ് തെളിവായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം അവനെ അന്വേഷിക്കണം. അവന് പറയാനായിട്ടുള്ളത് ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കണം. അതാണമായിരുന്നു അവര് അന്വേഷിക്കേണ്ടതിന്റെ കാരണം. പക്ഷെ അവര് അന്വേഷിച്ചത് അതിനു വേണ്ടിയിട്ടല്ല. അവര് കർത്താവിൽ നിന്ന് ചില മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആണ് പ്രതീക്ഷിച്ചത്. അവരുദ്ദേശിച്ച് കാണും, ഒരുപക്ഷെ ഇന്നും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും, അപ്പം വർദ്ധിപ്പിച്ചാൽ അപ്പം തിന്നാം, അല്ലെങ്കിൽ രോഗികൾക്ക് സൗഖ്യം നൽകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള അനുഗ്രഹങ്ങൾ തേടിയാണ് അവര് വന്നത്. പലപ്പോഴും ആളുകൾ അങ്ങനെയാണ് കർത്താവിനെ അവര് പിന്തുടരുന്നതിന്റെ, അന്വേഷിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്. എപ്പോഴും ഇങ്ങനെ ആഹാരത്തിന് വേണ്ടിയിട്ട് ആയിരിക്കുമല്ല, ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് കർത്താവിനെ ഫോളോ ചെയ്യുന്ന, കർത്താവിനെ അന്വേഷിക്കുന്ന ആളുകൾ ധാരാളം ക്രിസ്തീയ ഗോളത്തിലുണ്ട്. എന്നാൽ നമ്മൾ കർത്താവിനെ അന്വേഷിക്കേണ്ടത് അങ്ങനെയുള്ള മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് എന്ത് ചെയ്തു തരുന്നു എന്നുള്ളതല്ല പ്രാഥമികമായിട്ടും കർത്താവിനെ പിന്തുടരുന്നതിന്റെ കാരണം, മറിച്ച് കർത്താവ് ആരായിരിക്കുന്നു. വി ഹാവ് ടു ഫോളോ ജീസസ് നോട്ട് ഫോർ വാട്ട് വി ഗെറ്റ് ഫ്രം ഹിം, നോട്ട് ഫോർ വാട്ട് ഹി ഡസ് ഫോർ us. വി ഹാവ് ടു ഫോളോ ജീസസ് ഫോർ ഹൂ ഹി ഈസ്. കർത്താവ് ആരാണ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് കർത്താവ് അവർക്ക് നൽകുന്ന വലിയ ഒരു ഉത്ബോധനം, ഒരു പ്രബോധനം, അത് കർത്താവ് പറയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല,
നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നൽകും എന്നുള്ള കാര്യമാണ് കർത്താവ് അവരോട് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്മോണിഷൻ കർത്താവ് നൽകുകയാണ്. എന്താണ്? നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കും. കർത്താവ് അവരെ ശാസിക്കുകയാണ്, അല്ലെ? കർത്താവ് ഒരു ശാസനയാണ്, റിബ്യൂക്കാണ്. എന്താണ്? അവർ അന്വേഷിക്കുന്നത് ലൗകികമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ കർത്താവിന് അവരോട് പറയാനായിട്ടുള്ളത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. ഇതെല്ലാം അപ്പം വർദ്ധിപ്പിച്ച ഒരു കോണ്ടസ്റ്റിലാണ്. ആ ഒരു കോണ്ടസ്റ്റിൽ ഈ അധ്യായം മുഴുവൻ ഇങ്ങനെ ഈ അപ്പത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പത്തിന്റെ കോണ്ടസ്റ്റിൽ വിലയേറിയ നിസ്തുല്യമായിട്ടുള്ള സ്പിരിച്വൽ ട്രൂത്ത്സ് കർത്താവ് പഠിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ്? നമ്മൾ അധ്വാനിക്കണം. ആളുകൾ അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പത്തിന് വേണ്ടിയിട്ടാണ്, ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. അത് വലിയ ഒരു ആവശ്യമാണ്, അല്ലെ? നമ്മുടെ പ്രാഥമിക ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അധ്വാനിക്കരുതെന്നോ അല്ലെങ്കിൽ ജോലി ചെയ്ത് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കരുതെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാനായിട്ട് ദൈവം തന്നെയാണ് കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ അധ്വാനത്തിന്റെയും നമ്മളുടെ ശ്രമങ്ങളുടെയും ഒക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതായി പോകരുത് എന്നുള്ളതാണ്. ഈ ലോകത്തിൽ നമ്മൾ നേടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ താൽക്കാലികമാണ്. അങ്ങനെയുള്ള താൽക്കാലികമായിട്ടുള്ള നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച് ജീവിച്ച് നമ്മളുടെ ജീവിതം കളയരുത്, പാഴാക്കി കളയരുത്. അതിലുപരിയായിട്ടുള്ള ഒരു ലക്ഷ്യം കർത്താവിന് നമ്മെ സംബന്ധിച്ചുണ്ട്, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുവാനായിട്ട് ഉണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ സമയം ചെലവഴിക്കുന്നത്? നമ്മളുടെ ആരോഗ്യവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ആയുസ്സും നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ, നമ്മളുടെ കൃപാവരങ്ങൾ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെലവഴിക്കുന്നത്? വാട്ട് വി ആർ പെർസ്യൂയിങ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോ നമ്മൾ കേവലം ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ലൗകികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത് എങ്കിൽ അതൊക്കെ നശിച്ചു പോകും. കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടാണ്. അത് നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുകയില്ല. എന്നാൽ നമ്മളുടെ അധ്വാനവും നമ്മളുടെ ജീവിതവും നമ്മളുടെ ആരോഗ്യം നമ്മൾ ചിലവിടുന്നതുമെല്ലാം ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം വേണം. അതെന്താണെന്ന് വെച്ചാൽ നിത്യജീവങ്കിലേക്ക് അത് നിലനിൽക്കണം. We have to work for eternal realities, not just for the things that are passing. അങ്ങനെ ആയാൽ അത് വളരെ നഷ്ടമായിരിക്കും. നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു എന്ന് പരിശോധിച്ച് നോക്കണം. നിത്യതയുടെ ഒരു വെളിച്ചത്തിൽ, വിത്ത് ആൻ ഇറ്റേണൽ പെർസ്പെക്റ്റീവ്, അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ചില വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുമ്പോൾ അവരിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വലിച്ചു വാരി എഴുതും, അല്ലെ? ഒത്തിരി പേജുകളൊക്കെ എഴുതി കൂട്ടുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവസാനം ഈ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇതിന് മാർക്ക് ഇടുന്ന ടീച്ചർ നോക്കുമ്പോൾ ചിലപ്പം കാര്യമായിട്ട് ഒരു മാർക്ക് ഇടും. ഇവൻ ഒരു 5 6 പേജൊക്കെ എഴുതി വെച്ചതിന് ടീച്ചർ ഇങ്ങനെ ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിട്ട് ചിലപ്പോൾ 2 മാർക്ക് 3 മാർക്കൊക്കെ ആയിരിക്കും അവന് കൊടുക്കുന്നത്. മറ്റു ചില വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഒത്തിരി വലിച്ചു വാരിയൊന്നും എഴുതുന്നില്ലായിരിക്കും. അവര് വളരെ കാര്യമായിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും എഴുതുന്നത്. അവർക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ എന്താണെന്ന് ചോദിച്ചാല് ഒത്തിരി എന്തെങ്കിലുമൊക്കെ അങ്ങ് എഴുതി വെക്കുന്നതിലല്ല കാര്യം. പോയിന്റ്സ്, ശരിയായിട്ടുള്ള ഉത്തരം, അതിന്റെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. അതിനാണ് മാർക്ക് ലഭിക്കുന്നത്, അല്ലെ? അപ്പൊ ദൈവം നമ്മളുടെ പ്രവൃത്തികളെ വിലയിരുത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾക്ക് നമ്മുടെ ജീവിതത്തിന് മാർക്കിടുമ്പോൾ എന്തെല്ലാവോ നമ്മളിങ്ങനെ വലിച്ചു വാരി ചെയ്തു, എഴുതി അല്ലെങ്കിൽ പ്രവർത്തിച്ചു എന്നതിനേക്കാൾ ദൈവത്തിന് ഹിതകരമായ രീതിയിൽ നിത്യതയോടുള്ള ബന്ധത്തിൽ വിലയുള്ള കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിച്ചത്, നമ്മുടെ ജീവിതം ചെലവഴിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ മാർക്ക് കിട്ടും എന്നതില് സംശയമില്ല. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം എന്തായി പോകുമെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ശേഷം ആളുകളെ പോലെ നമ്മളും അങ്ങ് ജീവിച്ച് കഴിഞ്ഞു പോകും. ഒരുപക്ഷെ അതിനേക്കാട്ടിലും താഴ്ന്ന അവസ്ഥയിലേക്ക് പോലും മനുഷ്യന് പോകുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 49-ന്റെ 20-ാമത്തെ വാക്യം വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു വാക്യമാണ്. 49-ാം സങ്കീർത്തനത്തിന്റെ
20-ാമത്തെ വാക്യം, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഉന്നത ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആളെന്നുള്ള അർത്ഥം മാത്രമല്ല, മനുഷ്യനെ വളരെ മാനത്തോടെയുള്ള ഒരു പൊസിഷനിലാണല്ലോ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. തേജസ്സും ബഹുമാനവും നിന്നെ അണിയിച്ചിരിക്കുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. എന്താണ് പിന്നെ നശിച്ചു പോകുന്ന മൃഗങ്ങളെ പോലെ എങ്ങനെ ജീവിച്ച് കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമുക്ക് അങ്ങനെ സംഭവിക്കുവാനായിട്ട് പാടില്ല. അപ്പൊ കർത്താവിന്റെ പ്രബോധനം നമുക്ക് നൽകുന്നതായിട്ടുള്ള അഡ്മോണിഷൻ എന്ന് പറയുന്നത് എന്താണ്? വി ഹാവ് ടു വർക്ക് ഫോർ ഇറ്റേണൽ റിയാലിറ്റീസ്. We should spend our life, we should spend our days not just for the passing things of this world. We have to give importance to eternal things that last unto eternity. അതാണ് ആദ്യമേ കർത്താവ് പറയുന്നതായിട്ടുള്ള കാര്യം. രണ്ടാമത് കർത്താവ് നൽകുന്നത് ഒരു അഷ്വറൻസ് ആണ്. 35-ാം വാക്യത്തിലേക്ക് വരാം. ആ പാസേജ് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. 35-ാം വാക്യം. 35-ാം വാക്യത്തില് കർത്താവ് പറയുന്നു, യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. കർത്താവിന്റെ വലിയൊരു അഷുറൻസ് ആണ്. എന്താണ്? എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. കർത്താവാണ് ജീവന്റെ അപ്പം. അതാണ് കർത്താവ്. അവർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു, അവര് ഭക്ഷിച്ചു, അവര് തൃപ്തരായി തീർന്നു. എന്നാൽ കർത്താവ് പറയാണ്, വേറൊരു അപ്പമുണ്ട്. എന്താണ്? ജീവന്റെ അപ്പം. അത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അവര് കേവലം അപ്പം തിന്ന് അപ്പം ഭക്ഷിച്ചിട്ട് അതിൽ തൃപ്തരായി വീണ്ടും കർത്താവിനെ അന്വേഷിക്കുന്ന അപ്പത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ള മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് വേണ്ടിയാണ്. ഇത് വലിയൊരു അപകടമാണ്. ആളുകൾക്ക് സംഭവിക്കുന്ന വലിയൊരു അപകടമാണ്. എന്താണ്? കർത്താവ് നൽകിയ അപ്പം ഭക്ഷിച്ചു, പക്ഷേ സാക്ഷാൽ അപ്പമായിരിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന സാക്ഷാൽ അപ്പമായിരിക്കുന്ന കർത്താവിനെ കാണാതെ പോവുക, കർത്താവിനെ ഭക്ഷിക്കാതെ പോവുക, അനുഭവിച്ചറിയാതെ പോവുകയാണ്. അപ്പൊ നമുക്ക് സംഭവിക്കാം എന്താണ്? കർത്താവിൽ നിന്ന് അനവധിയായിട്ടുള്ള ബ്ലെസ്സിങ്സ് നമ്മൾ സ്വീകരിക്കും. ഒത്തിരി ബ്ലെസ്സിങ്സ് നമ്മൾ സ്വീകരിക്കുന്നവരാണ്, അല്ലെ? ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ജോലിയും അല്ലെങ്കിൽ സമ്പത്തും ആരോഗ്യവും മറ്റ് ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ഈ യേശുക്രിസ്തുവിനെ നമ്മൾ അങ്ങ് വിട്ടുപോയാലോ? അത് എത്ര വലിയൊരു നഷ്ടമായിരിക്കും. നമ്മൾ രക്ഷിക്കപ്പെട്ട ആളുകളാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്, നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സ്പിരിച്വൽ ബ്ലെസ്സിങ് എന്താണെന്ന് ചോദിച്ചാൽ രക്ഷയാണ്. കർത്താവ് നമുക്ക് രക്ഷ നൽകി, അതിൽ സന്തോഷിക്കുന്ന ആളുകളാണ് നമ്മൾ, തീർച്ചയായിട്ടും. പക്ഷേ അവിടെ കൊണ്ട് അവസാനിച്ചില്ലല്ലോ. ഈ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിപരമായിട്ടുള്ള നമ്മളുടെ ആ ബന്ധം, ആ ഫെലോഷിപ്പ്, കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കുന്നത്, കർത്താവിനെ നമ്മൾ കൂടുതൽ അറിയുന്നത്, അല്ലെ? കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുന്നത് കർത്താവായ യേശുക്രിസ്തു. അപ്പൊ അതാണ് കർത്താവിന് പറയാനായിട്ടുള്ളത്. ഞാൻ ജീവന്റെ അപ്പമാകും, എന്റെ അടുക്കിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ മിസ്സാകരുത്, അല്ലെ? ചിലപ്പോൾ നമുക്ക് അങ്ങനെ സംഭവിക്കും. കർത്താവുമായിട്ട് നമുക്കൊരു ആഴത്തിലുള്ള ഒരു ബന്ധമില്ലാതെ, ഫെലോഷിപ്പ് ഇല്ലാതെ, പെറിഫറലായിട്ടൊക്കെ നമ്മൾ ക്രിസ്ത്യൻസ് ആണ്, കർത്താവിന് അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. പക്ഷെ പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യം കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ്. അതിന് നമുക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ പ്രാധാന്യം കൊടുത്തേ മതിയാകുള്ളൂ. ഈ യേശുക്രിസ്തുവിനെ ഒരു കാരണവശാലും എനിക്ക് മിസ്സാകാനായിട്ട് പാടില്ല. ജീസസ് ക്രൈസ്റ്റ്, ഹി ഈസ് ദ ബ്ലെസ്സിങ്, ഹി ഈസ് ദ ബ്രെഡ് ഓഫ് ലൈഫ്, അല്ലേ? കർത്താവ് എന്നിട്ട് പറഞ്ഞു, കർത്താവിന്റെ അടുക്കിലേക്ക് അങ്ങനെ വരുന്ന ഒരു വ്യക്തിക്ക്, കർത്താവുമായിട്ട് സജീവമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തിക്കുന്ന ഒരു വ്യക്തിക്ക്, കർത്താവിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു നാളും വിശക്കുകയില്ല, ഒരു നാളും ദാഹിക്കുകയുമില്ല എന്ന് കർത്താവ് പറയാണ്. അപ്പോൾ ഈ ലോകം
നൽകുന്ന കാര്യങ്ങൾ അതിന് നമ്മൾക്ക് സംതൃപ്തി നൽകാനായിട്ട് സാധിക്കുകയില്ല. ലോകം നൽകുന്ന കാര്യങ്ങൾ എന്തു തന്നെയായാലും അതിനൊന്നും നമുക്ക് സംതൃപ്തി നൽകാനായിട്ട് സാധിക്കുകയില്ല. ആ ഭക്ഷണത്തിന് നമ്മളുടെ വിശപ്പടക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ലോകം നൽകുന്ന പാനീയങ്ങൾക്ക് നമ്മളുടെ ദാഹം ശമിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കിയോ, നമ്മൾ എത്രമാത്രം ആഹാരം കഴിക്കുന്നുണ്ട്. നമ്മുടെ ചെറുപ്പം മുതല് ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ എത്രമാത്രം ആഹാരം കഴിക്കുന്നുണ്ട്, എന്നിട്ട് അദ്ദേഹത്തിന് വിശപ്പ് പോകുന്നുണ്ടോ? ഇല്ല. അതേക്കുറിച്ച് രസകരമായിട്ടുള്ള ചില കണക്കുകളൊക്കെ ഉണ്ട്. അതേക്കുറിച്ച് പറയുന്നത് ഒരു ആവറേജ് ആള് ഒരു വർഷം 250 കിലോ ധാന്യങ്ങൾ തന്നെ ഭക്ഷിക്കുന്നുള്ളതാണ്. ആവറേജ് കണക്കാണ്. ഒരു വർഷം ഒരു ആവറേജ് മനുഷ്യൻ 250 കിലോ ധാന്യം, നമ്മൾ ഇന്ത്യക്കാരായിരിക്കും കൂടുതൽ ധാന്യം കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 70 വർഷം കൊണ്ട് അദ്ദേഹം അകത്താക്കുന്ന ധാന്യത്തിന്റെ തൂക്കം 17,850 കിലോഗ്രാമാണ്. 17,850 കിലോഗ്രാം ധാന്യം ഒരു വ്യക്തി 70 വയസ്സുകൊണ്ട് ശരാശരി അകത്താക്കുന്നു. അതിന് പുറമെ വേറെ എന്തെല്ലാം ഉണ്ട്? ധാന്യങ്ങൾ മാത്രമല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള നട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ മാംസമുണ്ട്, മത്സ്യമുണ്ട്, ഈ മുട്ടയുണ്ട്, ഇങ്ങനെ എല്ലാം, പാലുണ്ട്, ഇതെല്ലാം നമ്മൾ കഴിക്കുകയാണ്. അപ്പോ ഒരു വ്യക്തി ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷിക്കാനായിട്ട് മാത്രം അങ്ങ് മാറ്റിവെക്കുകയാണ്. 70 വർഷം എന്നുള്ള ഒരു ആയുസ് അങ്ങ് എടുക്കുകയാണ്. ഈ 70 വർഷത്തില് ആഹാരം കഴിക്കാനായിട്ട് ചെലവിടുന്ന സമയത്ത് ടോട്ടൽ ചെയ്താൽ ഏതാണ്ട് അതിന്റെ ഒരു നല്ലൊരു ഭാഗം അതിനു വേണ്ടിയിട്ട് തന്നെ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് വിശപ്പ് പോകുന്നുണ്ടോ? വിശപ്പ് പോകുന്നില്ല, വിശപ്പ് തീരുന്നില്ല, അല്ലെ? പ്രായമായ ആളുകൾക്കും പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരുടെ വിശപ്പ് വർദ്ധിക്കുകയാണ് പറയുന്നത്. ഈ ലോകം നൽകുന്ന ആഹാരത്തിന് നമ്മുടെ വിശപ്പ് മാറ്റാനായിട്ട് സാധിക്കില്ല, നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അത് മാത്രമല്ല, എനിത്തിങ് ദാറ്റ് ദ വേൾഡ് ഓഫേഴ്സ് cannot give us lasting satisfaction. ഒന്നിനും സാധിക്കില്ല. ലോകം ഓഫർ ചെയ്യുന്ന ആളുകൾ എന്തിന്റെയൊക്കെ പിന്നാലെയാണ് പോകുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് പ്ലഷർ ആയിരിക്കാം, പവർ ആകാം, അല്ലെങ്കിൽ വെൽത്ത് ആകാം, ഫെയിം ആകാം. അതിനൊന്നും നമുക്ക് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ നൽകുവാനായിട്ട് സാധിക്കില്ല. ദാറ്റ് കനോട്ട് ഗീവ് ഫുൾഫിൽമെന്റ് ടു അവർ ലൈഫ്. ജീവിതത്തിന് സംതൃപ്തി നൽകാനായിട്ട് സാധിക്കില്ല. അതൊന്നും സാധിക്കില്ല. പക്ഷെ എന്താണ് നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥത്തിലുള്ള സംതൃപ്തി നൽകുന്നത്, നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്, നമ്മുടെ ജീവിതത്തെ സഫലമാക്കുന്നത്? അങ്ങനെ നമ്മൾ പറയല്ലോ, ജീവിത സാഫല്യം എന്ന് പറയില്ലേ, ജീവിതം സഫലമാകണം. അത് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മളുടെ ബന്ധമാണ്. കർത്താവായ യേശുക്രിസ്തുവായിട്ട് നമുക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, അത് കേവലം ഒരു രക്ഷയുടെ തലത്തിൽ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവുമായിട്ടുള്ള നമ്മളുടെ ആ ബന്ധവും അതിലുള്ള വളർച്ചയും ആ സജീവമായിട്ടുള്ള ഫെലോഷിപ്പും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ സാറ്റിസ്ഫാക്ഷനിലേക്ക് നടത്തുന്ന കാര്യങ്ങളാണ്, അല്ലെ? കർത്താവ് യേശുക്രിസ്തു ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ട്. ഇനി യേശുക്രിസ്തു ഇല്ല എങ്കിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും കാര്യമില്ല. അപ്പൊ ഇങ്ങനെ പറയാറുണ്ട്, ഇൻ ജീസസ് വി ആർ പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ്, but without Jesus we are left hungry, left thirsty and lonely, and we are in vanity. കർത്താവായ യേശുക്രിസ്തു ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. We are satisfied in the Lord Jesus Christ. കർത്താവ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ ഈ ലോകത്തിന്റെ പേരിനോ പ്രശസ്തിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ കാര്യങ്ങളുടെ പിന്നാലെയാണോ പായുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും അവന് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ധനം സമ്പാദിച്ച് മനുഷ്യൻ ഒരിക്കലും തൃപ്തി വരുന്നില്ല. ഈ ലോകത്തിലെ ധനവാന്മാർ എത്ര ധനികരായാലും അവർക്ക് മതി എന്നവർക്ക് പറയാനായിട്ട് പറ്റുന്നില്ലല്ലോ. ലോകം നൽകുന്ന സുഖത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ കുറെയൊക്കെ സുഖം അനുഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെതായിട്ടുള്ള പ്ലഷേഴ്സിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ എപ്പോഴെങ്കിലും മതി, സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ദേ ആർ നെവർ സാറ്റിസ്ഫൈഡ്. ലോകത്തിന് അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ നൽകുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ ഇങ്ങനെ പറയാറുണ്ട്, ലൈക്ക് എ തേഴ്സ്റ്റി മാൻ dreams of drinking to his full, but when he awakes he is still thirsty. ഉറക്കത്തിൽ ഇങ്ങനെ ഭയങ്കര ദാഹമുള്ളപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോയി വെള്ളം ഇങ്ങനെ കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണും.
വെള്ളം അങ്ങനെ ആർത്തിയോടെ വെള്ളം കുടിച്ച് ദാഹം മാറ്റുന്നതായിട്ട് സ്വപ്നം കാണും. പക്ഷെ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നു. അയ്യോ, ഒരു തുള്ളി വെള്ളം പോലുമില്ല, ദാഹിച്ച് വലഞ്ഞ് ഇരിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ലോകത്തിന് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല, നമ്മുടെ ജീവിതത്തിന് ഫുൾഫിൽമെന്റ് നൽകാനായിട്ട് സാധിക്കില്ല. കർത്താവ് യേശു ക്രിസ്തു നൽകുന്ന അഷുറൻസ് എന്താണ്? അവൻ പറയാണ്, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. യു ഫോളോ മീ, യു കം ടു മീ, യു ബി ഇൻ ഫെലോഷിപ്പ് വിത്ത് മീ, യുവർ ലൈഫ്സ് വിൽ ബി ഫുൾഫിൽ, യു വിൽ നോട്ട് ഹാവ് ടു റിഗ്രറ്റ്, യുവർ ലൈഫ്സ് വിൽ ബി ഫുൾഫിൽഡ്. അതാണ്. സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അമേരിക്കൻ കമ്പനി ആയിരുന്ന ആപ്പിൾ കമ്പനിയുടെ ഫോർമർ സിഇഒ ഒക്കെ ആയിരുന്നു. അതിന്റെ ഒരു ഫൗണ്ടറും കോ ഫൗണ്ടറും ഒക്കെ ആയിരുന്നു സ്റ്റീവ് ജോബ്സ്. അദ്ദേഹം 56-ാമത്തെ വയസ്സിൽ ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ വന്ന് മരിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ പറഞ്ഞതെന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ചില വാക്കുകളുണ്ട്. ഒറ്റത്തവണ പറഞ്ഞല്ല, അദ്ദേഹം അവസാന നാളുകളിൽ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ഹോസ്പിറ്റലില് ICUയിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ആണ് പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭൗതികമായ നിലയിൽ അതിന്റെ വിജയത്തിന്റെ കൊടുമുടിയിലെത്തിയ ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പൊ ഒരു കാര്യം ഞാൻ തിരിച്ചറിയുന്നു. എന്താണ്? ഞാൻ പിന്തുടർന്നതായിട്ടുള്ള ഈ കാര്യങ്ങൾക്കൊന്നും എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിന് സാറ്റിസ്ഫാക്ഷൻ നൽകാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു കാര്യം ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. ഞാൻ മറ്റെന്തെങ്കിലും കൂടുതൽ അർത്ഥപൂർണമായ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ട് ജീവിച്ചിരുന്നെങ്കിൽ, എൻ്റെ ആയുസ് ചെലവഴിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അങ്ങനെ ആശിച്ചു പോവുകയാണ് എന്ന് സ്റ്റീവ് ജോബ്സ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തെ നമുക്ക് ആ ഒരു നിലയിൽ നമ്മൾ വിലയിരുത്തുകയും ജീവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. മൂന്നാമതൊരു കാര്യം, കർത്താവ് നൽകുന്ന ഒരു പ്രോമിസാണ്, വളരെ നിസ്തുല്യമായിട്ടുള്ള ഒരു പ്രോമിസ്. എന്താണ് കർത്താവ് പറയുന്നത്? കർത്താവ് അതിന്റെ 40-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒരു നിസ്തുല്യമായിട്ടുള്ള വാഗ്ദാനമാണ്. എന്താണ് ഈ വാഗ്ദാനം? നിത്യജീവന്റെ വാഗ്ദാനമാണ്. ജീസസ് പ്രോമിസസ് ഇറ്റേണൽ ലൈഫ്. ഈ പ്രോമിസസ് റിസറക്ഷൻ ആൻഡ് ഇറ്റേണൽ ലൈഫ്. അതാണ് കർത്താവ് പറയുന്നത്. എന്നെ നോക്കിക്കൊണ്ട്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവനും, കർത്താവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് കർത്താവിന് പ്രോമിസ് ചെയ്യാനായിട്ടുള്ളത് ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങളല്ല. ഈ ലോകത്തിൽ ഞാൻ നിങ്ങളെ മഹാന്മാരാക്കാം എന്നല്ലോ കർത്താവിന്റെ വാഗ്ദാനം. കർത്താവ് പറയുന്നത് ഈ ലോകമൊക്കെ കഴിഞ്ഞു പോകും, എന്നാൽ ഈ ലോകത്തിൽ നിന്ന് നമ്മളും മരിച്ചു പോകും. എന്നാൽ അവർക്കൊരു പുനരുത്ഥാനമുണ്ട്, അവർക്ക് നിത്യജീവനുണ്ട്. നിത്യജീവന്റെ വാഗ്ദാനമാണ് ദ ഗ്രേറ്റസ്റ്റ് പ്രോമിസ്. സോ യുണീക്ക് എ പ്രോമിസ്. വേറെ ആരാണ് അങ്ങനെ ഒരു പ്രോമിസ് നൽകിയിട്ടുള്ളത്? ലോകത്തിലുള്ള ആരെങ്കിലും അങ്ങനെ ഒരു നിത്യജീവന്റെ പ്രോമിസ് നൽകിയിട്ടുണ്ടോ? ഇല്ല. ക്രിസ്ത്യൻ ഹോപ്പ് അതാണ്. വി ഹാവ് എ റിസറക്ഷൻ ആൻഡ് വി ഹാവ് ഇറ്റേണൽ ലൈഫ്. അല്ലെ, ഈ ലോകത്തിന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കും. ഈ ലോകം നമ്മൾ പിന്തുടരുന്ന കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ നമ്മൾ നേടിയതെല്ലാം വിട്ടിട്ട് പോകേണ്ടതായിട്ട് വരും. പക്ഷെ കർത്താവ് നൽകിയ വാഗ്ദാനം അത് നിലനിൽക്കുകയാണ്. എന്താണ്? ലൈഫ് ആഫ്റ്റർ ദിസ് വേൾഡ്, ഇറ്റേണൽ ലൈഫ്, എ ഹോപ്പ് ബിയോണ്ട് ദ ഗ്രേവ്. അതാണ്. അപ്പൊ മനുഷ്യർക്ക് എന്നേക്കും ജീവിക്കുവാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് ആളുകൾ ആഗ്രഹിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെ പിന്തുടരുകയും ഒക്കെ ചെയ്യുന്ന കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. രാജാക്കന്മാരൊക്കെ എന്നേക്കും ജീവിക്കാനായിട്ട് ആഗ്രഹിച്ച രാജാക്കന്മാർ, പക്ഷെ അവര് മരിച്ചു പോവുകയാണ്. മൈക്കിൾ ജാക്സനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അമേരിക്കൻ സിംഗർ ആൻഡ് ഡാൻസർ. അദ്ദേഹം പോപ്പ് മ്യൂസിക്കിന്റെ രാജാവായിരുന്നു. പോപ്പ് മ്യൂസിക്കിന്റെ രാജാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, കിങ് ഓഫ് പോപ്പ് മ്യൂസിക്. അപ്പോ അദ്ദേഹമാണ് ഈ പോപ്പ് മ്യൂസിക് ഇൻഡസ്ട്രിയെ റവല്യൂഷനൈസ് ചെയ്തത് മൈക്കിൾ ജാക്സൺ ആണെന്നാണ് പറയുന്നത്. മൈക്കിൾ ജാക്സൺ വാണ്ടഡ് ടു ലീവ് ഫോർ 150 years. അങ്ങനെയാണ്, 150 വർഷം ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. അങ്ങനെ ആഗ്രഹിച്ച മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. He appointed a team of 12 doctors who always attended him. 12 ഡോക്ടർമാരുടെ ഒരു ടീമാണ്. Every day they examined him from hair to toe. എല്ലാ ദിവസവും ഇവർ പരിശോധിക്കുകയാണ്. His food was always tested in laboratory before he ate. His bed had the technology to regulate the oxygen level. Organ donors were kept ready. എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ അദ്ദേഹം 50-ാമത്തെ വയസ്സിൽ മരിച്ചു. മൈക്കിൾ ജാക്സൺ,
he wanted to live for 150 years, but he could not complete even 100 years. He died at the age of 50. അപ്പൊ ജാക്സൺ tried to challenge death, but death challenged ജാക്സൺ. എങ്ങനെയാ പറയാ? നമ്മൾ ഈ ലോകം വിട്ടുപോകും. ഈ ലോകത്തിൽ നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിക്കാനായിട്ട് എത്ര ശ്രമിച്ചാലും മരുന്നുകൊണ്ടൊക്കെ കുറച്ചൊക്കെ സാധിക്കുന്നേ ഉള്ളൂ. പക്ഷെ വാട്ട് ഈസ് അവർ ഹോപ്പ്? അവർ ക്രിസ്ത്യൻ ഹോപ്പ്. വി ഹാവ് ഇറ്റേണൽ ലൈഫ്. വി ഹാവ് ഇറ്റേണൽ ലൈഫ്. അതാണ് കർത്താവ് നൽകുന്നതായിട്ടുള്ള ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പോ അത് വലിയൊരു കാര്യമല്ലേ പറയുന്നത്? വലിയൊരു കാര്യമല്ലേ? അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഒത്തിരി ആളുകളുടെ ഡെഡ് ബോഡീസ് ഇങ്ങനെ ക്രയോണിക്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. ക്രയോ പ്രിസർവേഷനിലൂടെ അവര് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒത്തിരി ഡെഡ് ബോഡീസ്. കോടീശ്വരന്മാരാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ശാസ്ത്രം എന്തെങ്കിലും മരിച്ചവർക്ക് ജീവൻ നൽകാനായിട്ടുള്ള ടെക്നോളജി കണ്ടെത്തും, അന്ന് അവരെ ഉയർപ്പിക്കുന്നുള്ള പ്രത്യാശയിലാണ്. സാധിക്കുമോ? കർത്താവിന്റെ വാഗ്ദാനം എന്താണ്? നിത്യജീവന്റെ വാഗ്ദാനമാണ്. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. വി ഹാവ് ടു ലിവ് വിത്ത് ആൻ ഇറ്റേണൽ പെർസ്പെക്റ്റീവ്. കേവലം ലോകത്തിലെ മറ്റ് ആളുകളെ പോലെ, കർത്താവിനെ അറിയാത്ത ആളുകളെ പോലെ, ദൈവവചനത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കാത്ത ആളുകളെ പോലെ, ലോകത്തിന് ഇനിയും എന്ത് സംഭവിക്കാനായിട്ട് പോകുന്നു എന്നോ ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത ആളുകളെ പോലെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. വി ആർ ദ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ കർത്താവ് നൽകുന്ന ഈ കാര്യങ്ങൾ, ഫസ്റ്റ് ഹി ഗിവ്സ് us an admonition. എന്താണ് admonition? ഈ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, ഇതിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക. അതാണ്. Our labors, our work should not be for this world, for this life. നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, we have to give importance to eternal realities. അത് നമ്മൾ മറക്കരുത്. Second is an assurance. എന്താണ്? The assurance of satisfaction and fulfillment. കർത്താവിന്റെ അടുക്കിലേക്ക് നമ്മൾ വന്നാൽ നമ്മുടെ ജീവിതത്തിന് ദുഃഖിക്കേണ്ടി വരില്ല. ഒത്തിരി ആളുകൾ അവരുടെ ജീവിതത്തിന്റെ അവസാനം ഖേദിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. അയ്യോ, പാഴായിപ്പോയല്ലോ, കുറച്ചും കൂടെ മെച്ചമായി എന്തിനു വേണ്ടി ജീവിച്ചിരുന്നെങ്കിൽ, അയ്യോ ഇനിയിപ്പം തിരിച്ചു പോകാനായിട്ട് പറ്റില്ലല്ലോ, ഞാൻ വിലയേറിയത് തന്നെ ഇറങ്ങിയ കാര്യങ്ങൾക്കൊന്നും വിലയില്ലെന്ന് ഇപ്പോഴാണല്ലോ മനസ്സിലായത്. There should not be such a regret for us. നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കണം. What I am pursuing, what I am living for. കർത്താവായ യേശുക്രിസ്തു എന്ന വ്യക്തി, ബ്രെഡ് ഓഫ് ലൈഫ്. കർത്താവിനെ നമ്മൾ ആസ്വദിക്കുക, കർത്താവിനുമായിട്ട് സജീവമായിട്ടുള്ള ഒരു ഫെലോഷിപ്പ് നടത്തുക, കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം there will be no regrets, no regrets. കർത്താവ് പറയാണ്, നിങ്ങൾക്ക് വിശക്കില്ല, ദാഹിക്കില്ല, നിങ്ങൾ you will be fully satisfied. Your life will come to its fulfillment. കർത്താവ് നിത്യജീവന്റെ വാഗ്ദാനമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെയുള്ള ഒരു ഇറ്റേണൽ പെർസ്പെക്റ്റീവിൽ നമ്മുടെ ജീവിതം നമുക്ക് നയിക്കാം. കേവലം ഈ ലോകത്തിന് വേണ്ടി നശിച്ചു പോകുന്ന ഈ ലോകത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അങ്ങ് കഴിഞ്ഞു പോകുവാനായിട്ടുള്ള അല്ല നമ്മുടെ ജീവിതം. ഒരായുസ്സിലേ നമുക്ക് ഇവിടെയുള്ളൂ. അത് നമുക്ക് കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കാം, നിത്യതയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.